സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പുതിയൊരു ഇമെയിൽ ID വെച്ചിട്ട് ഒരു പുതിയ ഇന്ത്യയുടെ അക്കൗണ്ട് നിങ്ങൾ റിജക്റ്റ് ആവാനുള്ള ഒരു മെയിൻ കാരണക്കാരനാണ്. ഒന്നിനും നോ പറയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്നത്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹൗ ടു ഫൈൻഡ് ജോബ് ഇൻ കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക, UK, യൂറോപ്പ് ആൻഡ് ഇന്ത്യ. നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ നാളായിട്ട് റിജക്ഷൻ മെയിലാണോ വന്നുകൊണ്ടിരിക്കണേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം മാറും. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ അറിയില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ കുറച്ച് പേരായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, അറിയില്ലെങ്കിൽ വീഡിയോ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ജോലി റിജക്റ്റ് ആവാനുള്ള ഒരു മെയിൻ കാരണക്കാരനാണ് ATS, ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം. അതൊരു സ്കാനിങ് സോഫ്റ്റ്വെയർ ആണ്. ഈ ATS സോഫ്റ്റ്വെയർ പുറത്തുള്ള രാജ്യങ്ങളിലും മാത്രമല്ല നമ്മുടെ നാട്ടിലും പല MNCസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്യണതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജോലി അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ജോലി ആയിക്കോട്ടെ, ജനറൽ ലേബർ ജോലി ആയിക്കോട്ടെ, നമ്മൾ മാത്രമല്ല അതിന് അപ്ലൈ ചെയ്യണത്. ചിലപ്പോൾ അതിന് 50, 100, 500 ആപ്ലിക്കേഷൻസ് വരെ കിട്ടുന്നുണ്ടാവും. ഈവൻ 50 ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും ഒരു HR-നോ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റി പെട്ട ആൾക്കാർക്ക് ഇതിരുന്ന് നോക്കി സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അങ്ങനെ പ്രാക്ടിക്കലി അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസ്യൂമെ ഫിൽട്ടർ ചെയ്യും. ഈ ATS സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ഡിസ്ക്രിപ്ഷൻ, റിക്വയർമെൻറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന ജോലിക്ക് ഇന്ന എക്സ്പീരിയൻസ്, ഇന്ന സ്കിൽസ് വേണമെന്ന്. അപ്പോൾ ഒരു 10 പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ചിലപ്പോൾ 8 എണ്ണം മാച്ച് ആവണ്ടോന്ന് നോക്കും. 8 എണ്ണം അല്ല, അതിൽ കുറവാണ് നമ്മുടെ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ ATS സോഫ്റ്റ്വെയർ അപ്പം തന്നെ നമ്മുടെ റെസ്യൂമെ റിജക്റ്റ് ചെയ്യും. നമുക്ക് റിജക്ഷൻ മെയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും HR-ഓ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിയിലുള്ള ആരോ ആണ് നമ്മുടെ റെസ്യൂമെ റിജക്റ്റ് ചെയ്തതെന്ന്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല നമ്മുടെ റെസ്യൂമെ. ഈ ATS സിസ്റ്റം അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. ഈ 10-ൽ 8 ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിളിന് പറഞ്ഞതാണ്. സത്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിക്വയർമെൻറ്റ്സും നമ്മുടെ റെസ്യൂമേയും തമ്മിൽ എന്തോ ഒരു മാച്ച് ആവണമെന്നുള്ളതിലാണ് കാര്യം. ATS സോഫ്റ്റ്വെയറിനെ മറികടന്ന് എങ്ങനെ നമുക്ക് HR-ൻ്റെ അടുത്തേക്ക് നമ്മുടെ റെസ്യൂമേനെ എത്തിക്കാം? അതിന് നമ്മുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആയിരിക്കണം. ATS ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ റെസ്യൂമെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ റെസ്യൂമെ വളരെ സിമ്പിൾ ആയിരിക്കണം. സിമ്പിൾ ലേഔട്ട്, സിമ്പിൾ ഐക്കൺ. മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കൊടുത്തേക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള കീവേഡ്സ്, അതായത് ആ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. അത് തന്നെ എടുത്ത് കോപ്പി ആൻഡ് പേസ്റ്റ് ഒരിക്കലും ചെയ്യരുത്. അതിലെ കീവേഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ പോയിന്റ് ടു പോയിന്റ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു സെൻറ്റൻസ് പോയിന്റ് ടു പോയിന്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ChatGPT-യോട് ചോദിച്ചാൽ മതി ഗൈസ്. അതുപോലെ അടിപൊളി വേർഡ്സ് യൂസ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ മാക്സിമം നിങ്ങൾ കീവേഡ്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അവരിപ്പോൾ ഷോർട്ട് ഫോമാണ് തന്നേക്കണേന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫുൾ ഫോം ആക്കി എഴുതണതിൻ്റെ കൂടെ ആ ഷോർട്ട് ഫോമും കൂടെ ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നാണ് അവർ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കണമെങ്കിൽ നിങ്ങളും ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നുള്ള ആ വേർഡ് തന്നെ ഡിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യണം. അതേസമയം അവർ BLS എന്നാണ് കൊടുത്തേക്കണേന്നുണ്ടെങ്കിൽ നിങ്ങൾ BLS എന്ന് യൂസ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ ഒറ്റ പേജിൽ തന്നെ മാക്സിമം ഒതുക്കാൻ ശ്രദ്ധിക്കുക. 2-3 പേജൊന്നും വേണ്ട, ഒറ്റ പേജിൽ തന്നെ ഒതുക്കണം. അതുപോലെ തന്നെ ഹെഡിങ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വേണം. ഈ ഫാൻസി ടെംപ്ലേറ്റ്സും ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്യാതെ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആക്കിയിട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ എപ്പോൾ അപ്ലൈ ചെയ്താലും മാക്സിമം കവർ ലെറ്ററും കൂടെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റെസ്യൂമേയിൽ ആഡ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ എക്സ്പീരിയൻസ്, സ്കിൽസ്, ഈ ജോബിന് നമ്മൾ എത്രത്തോളം മാച്ചാന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ലെറ്റർ ആഡ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഓപ്ഷനും കൂടെയാണ്. ഈവൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സെയിം കൈൻഡ് ഓഫ് ജോലിക്കാണെങ്കിൽ പോലും, ഇപ്പോൾ സെയിം പൊസിഷന് വേണ്ടിയാണെങ്കിൽ പോലും ഡിഫറെൻറ്റ് കമ്പനീസ് ആയതുകൊണ്ട് അവരുടെ എല്ലാം ചിലപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർ ചോദിച്ചേക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ ജോലിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത കമ്പനിയും ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനി യൂസ് ചെയ്യണ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോണതിനുമായിട്ട് മാച്ച് ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ വേറെ റെസ്യൂമെ ഉണ്ടാക്കാൻ. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ റെസ്യൂമെ സിമ്പിൾ ആക്കണം, അതിൽ കീവേഡ്സ് എല്ലാം ആഡ് ചെയ്യണം,
പോയിന്റ് ടു പോയിന്റ് ആയണം. അതുപോലെ കവർ ലെറ്റർ ആഡ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമെ റെഡിയാക്കി. ഇപ്പം നിങ്ങൾ ഇൻഡീഡ് ത്രൂ ഇത്രയും നാൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആ ഇൻഡീഡ് ഒക്കെ വിടുക. പുതിയൊരു ഇമെയിൽ ID വെച്ചിട്ട് ഒരു പുതിയ ഇൻഡീഡ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേയും നല്ലൊരു അടിപൊളി കവർ ലെറ്റർ എല്ലാം വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദൈവത്തിലൊക്കെ വിശ്വാസമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ ജോബിനെല്ലാം അപ്ലൈ ചെയ്ത് നമുക്ക് ഇന്റർവ്യൂ കോൾ വന്നു. ഇന്റർവ്യൂ കോൾ വന്ന സമയത്ത് മാക്സിമം ഗൈസ് നല്ല കോൺഫിഡൻസോട് കൂടി സംസാരിക്കുക. അതുപോലെ അവർ ഇപ്പോൾ ഒരു സപ്പോർട്ട് വർക്കറുടെ ജോലിയാണ്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ 3 വീക്സിൻ്റെ ഉള്ളിൽ എടുക്കാൻ പോവുക, അല്ലെങ്കിൽ 1 മന്തിൻ്റെ ഉള്ളിൽ എടുക്കാൻ പോവുക എന്ന് അവരോട് പറയുക. ഒന്നിനും നോ പറയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി തപ്പിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫീൽഡ് ജോബ് ഒന്നും കിട്ടാത്തവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറയുമായിരിക്കും, ഓ ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പറയുക, ഞാൻ സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾക്ക് അയച്ചു തന്നേന്ന്. എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുറേയും കൂടെ പോയിന്റ്സ് ഒക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.